എന്തത് മത്സര? ഇത് ദുനിയാവിലെ മത്സര. കടമത്സരങ്ങൾ നടത്തുന്നവർ സ്വർഗത്തിന് വേണ്ടി മത്സരിക്കട്ടെ. ദുനിയാവില് ഒരു വലിയ ചെറിയ ബോർഡ് ഇങ്ങനെ വെച്ചാൽ അതിന്റെ മുമ്പിൽ വലിയൊരു ബോർഡ് വെച്ചാൽ അത് തോറ്റ്. സത്യ, ആ ജീവനില്ലാത്ത ബോർഡ് തോറ്റ്. പക്ഷെ നമ്മളാണ് അറിയാതെ തോൽക്കുന്നത്. ഏത്? ആ വലിയ ബോർഡ് അതിന്റെ മുമ്പിൽ കൊണ്ടുപോയി വെക്കുമ്പോ തോൽക്കുന്നത് ചെറിയ ബോർഡ് വെച്ചവരല്ല, ആ വലിയ ബോർഡ് വെച്ച മനസ്സിന്റെ ഉടമകളാണ്. അതുകൊണ്ട് എവിടെ ആരെ എഴുതിയാലും പിടിച്ചാലും നമ്മളെ സമ്മേളനം കേരളത്തിൽ എല്ലാവരും അറിയും, നമ്മൾ അറിയിക്കും, നമ്മൾ അറിയിച്ചിട്ടുണ്ട്. ഇന്നുപോലും നാദാപുരത്തിന്റെ പ്രദേശത്ത് 4600 ചില്ലാണം വീടുകളിൽ നമ്മൾ കയറിയിട്ടുണ്ട്. 525 ദായികൾ, 525 സ്ക്വാഡ് വർക്കിന് നേതൃത്വം കൊടുക്കാൻ കഴിവുള്ള ആളുകൾ ഇന്ന് കയറിയിറങ്ങിയിട്ടുണ്ട്. അറിയാം നിങ്ങൾക്ക്, ചങ്ങരംകുളത്തിന്റെ പരിസര പ്രദേശത്ത് 480ഓളം വരുന്ന ദായിമാർ 5000 ചില്ലാനം വീടുകൾ കയറിയിട്ടുണ്ട് അവിടെ. അതുകൊണ്ട് സാൽവേഷൻ പോലെ കേരളത്തിന്റെ മുഴുവൻ മണ്ണുകളിലും നമ്മൾ എത്തും. അതുകൊണ്ട് തൽക്കാലം ഒരു പോസ്റ്റർ വിപ്ലവമല്ല, ഒരു ചുമരെഴുത്ത് വിപ്ലവമല്ല. നമ്മൾ പരസ്യം കൊടുക്കുക, നമ്മൾ പബ്ലിസിറ്റി കൊടുക്കുക, മത്സരിക്കാനല്ല, അള്ളാഹുവിന്റെ സ്വർഗം നേടാനാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. നമുക്ക് മരിച്ചു പോണം. മരണം ഒരു വലിയ യാഥാർത്ഥ്യമാണ്. ഈ ലോകത്തുനിന്ന് വിട പറഞ്ഞു പോകേണ്ടതുണ്ട്. ഇന്നില്ലെങ്കിൽ നാളെ അതൊരു ആക്സിഡന്റ് രൂപത്തിലാവാം, അതൊരു അറ്റാക്ക് ആവാം, ഒരു സൈലന്റ് അറ്റാക്ക് ആവാം. ഇങ്ങനെയൊക്കെ വലിയ വലിയ മരണങ്ങൾ നമ്മുടെ മുമ്പിൽ വരാനുണ്ട്. ആ മരണത്തിന് മുമ്പ് രക്ഷപ്പെടാനാണ് ഈ സദസ്സ് ഒരുക്കിയിരിക്കുന്നത് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. സഹോദരാ, മരണം അതൊരു വലിയ യാഥാർത്ഥ്യമാണ്. ആ മരണത്തെ നിങ്ങൾ കണ്ടുമുട്ടുക തന്നെ ചെയ്യും. ഖുല്ലിന്നൽ മൗതല്ലദീ തഫിറൂന മിൻഹു ഫഇന്നഹു മുലാഖീകും സുമ്മ തുറദ്ദൂന ഇലാ ആലിമിൽ ഗൈബി വശഹാദ ഫയുനബ്ബിഉകും ബിമാ കുൻതും തഅമലൂൻ. ഏതൊരു മരണത്തെ പേടിച്ചിട്ടാണോ നിങ്ങൾ ഓടിക്കൊണ്ടിരിക്കുന്നത്, ആ മരണം നിങ്ങളെ കണ്ടുമുട്ടുക തന്നെ ചെയ്യും. അത് ഇവിടെ നിന്നൊരാൾ യാത്ര തിരിച്ചിട്ട് മഞ്ചേരി ടൗണിലെത്തുന്നതിന്റെ 10 മിനിറ്റ് മുമ്പ് മരിക്കാനാണ് അല്ലാഹുവിന്റെ തീരുമാനമെങ്കിൽ ആ തീരുമാനം നടന്നിരിക്കും. അത് ഏത് രൂപത്തിലും നടന്നിരിക്കും. വളരെ വേഗത്തിൽ ഓടിച്ചു പോകുന്ന ബസ്സിൽ നിന്ന് വേഗത പേടിച്ചിട്ടൊരു മനുഷ്യൻ ഇറങ്ങി ബസ് സ്റ്റോപ്പിൽ നിന്നു. കേരളത്തിൽ നടന്നതാണ്. ബസ് സ്റ്റോപ്പിൽ ആ മനുഷ്യൻ അങ്ങ് നിന്നു. ഒരു 2 വീലർ വന്നിട്ട് ആ 2 വീലറിൽ അയാൾ കയറി. ആ 2 വീലർ മുന്നിൽ പോയ താനിറങ്ങിയ ബസ്സിനെ ഓവർടേക്ക് ചെയ്തു പോയപ്പോ ആ ബസ് തന്നെ അയാളെ ഇടിച്ചിട്ട് അയാൾ മരിച്ചുപോയ കഥ നമ്മളുടെ മലപ്പുറം ജില്ലയിലാണ് നടന്നത്. മറക്കല്ലേ സഹോദരാ, മരണം നമ്മളോടൊപ്പം ഉണ്ട്. ഫഇന്നഹു മുലാഖീകും. അത് നിങ്ങളെ കണ്ടുമുട്ടുക തന്നെ ചെയ്യും. ആലിമിൽ ഗൈബി വശഹാദ, ദൃശ്യാദൃശ്യങ്ങൾ അറിയുന്ന നാഥന്റെ മുമ്പിൽ മറുപടി പറയേണ്ടി വരും. അല്ലേ അല്ലാഹു പറയുകയാണ്, നോക്കൂ, മാ അസാബം മിൻ മുസീബത്തിൻ ഫിൽ അർളി വലാ ഫീ അൻഫുസികും ഇല്ലാ ഫീ കിതാബിൻ മിൻ ഖബ്ലി അൻ നബ്റഅഹാ ഇന്ന ദാലിക അലല്ലാഹി യസീർ. ഖുർആനിൽ 57-ാം അധ്യായം സൂറത്ത് ഹദീദിലൂടെ അല്ലാഹു പറയുകയാണ്, 22-ാമത്തെ വചനം, മാ അസാബം മിൻ മുസീബത്തിൻ ഫിൽ അർളി വലാ ഫീ അൻഫുസികും ഇല്ലാ ഫീ കിതാബിൻ മിൻ ഖബ്ലി അൻ നബ്റഅഹാ ഇന്ന ദാലിക അലല്ലാഹി യസീർ. ഈ ഭൂമുഖത്തൊന്നും സംഭവിക്കുന്നില്ല, നിങ്ങളുടെ ദേഹങ്ങളിലും ഒന്നും സംഭവിക്കുന്നില്ല. എല്ലാം അല്ലാഹുവിന്റെ കിതാബിൽ രേഖപ്പെടുത്തിയിട്ടല്ലാതെ സുനാമികൾ ഉണ്ടാകുന്നില്ല, ഭൂകമ്പങ്ങൾ ഉണ്ടാകുന്നില്ല, യുദ്ധങ്ങൾ ഉണ്ടാകുന്നില്ല. ഇതൊന്നും ഒക്കെ അല്ലാഹുവിന്റെ ഒരു കിതാബിലുണ്ട്. വമാ യുഅമ്മറു മിൻ മുഅമ്മരിൻ വലാ യുൻഖസു മിൻ ഉംരിഹി ഇല്ലാ ഫീ കിതാബ് ഇന്ന ദാലിക അലല്ലാഹി യസീർ. അല്ലാഹുവിന്റെ ഗ്രന്ഥം പറയുകയാണ്, 35-ാം അധ്യായം ഫാത്തിറിലെ 11-ാമത്തെ വചനമാണ്, ആരൊക്കെ 100 കൊല്ലം ജീവിക്കും, ആരൊക്കെ 10 കൊല്ലം ജീവിക്കും, ആർക്കൊക്കെ ദീർഘായുസ്, ആർക്കൊക്കെ ഹ്രസ്വായുസ് എന്ന് ഒരാൾക്കും പറയാനാവില്ല. അതുകൊണ്ട് മനുഷ്യരെ, മരണത്തെക്കുറിച്ച് ഓർക്കണേ. എല്ലാം വെടിഞ്ഞിട്ട് ഈ ലോകത്തോട് വിട പറയുന്ന, ഭാര്യയെ വെടിഞ്ഞിട്ട് മക്കളെയും കുടുംബത്തെയും മുറ്റവരെയും കൊട്ടാരങ്ങളും രാജകൊട്ടാരങ്ങളും മാരുതിക്കാറുകളും AC റൂമുകളും കോടിക്കണക്കിന് ബാങ്കിലെ ബാലൻസും വിട്ട് ഈ ലോകത്തുനിന്ന് പള്ളിക്കാട്ടിലേക്ക് യുഹിബ്ബൂനൽ ഖുസൂറ വയൻസൂനൽ ഖുബൂറ, അംബരചുംബികളായ കൊട്ടാരങ്ങളെ ഇഷ്ടപ്പെട്ടിട്ട് 6 അടി മണ്ണിനെ മറന്നു പോകല്ലേ. മിൻഹാ ഖലഖനാകും വഫീഹാ നുഈദുകും വമിൻഹാ നുഖ്രിജുകും താറതൻ നുഹ്റാ. മണ്ണിൽ നിന്ന് മണ്ണിലേക്കാണ്, പിന്നെ ആ മണ്ണിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പാണ്, പിന്നെ അല്ലാഹുവിന്റെ സന്നിധിയിലേക്കാണ്. കാലു യാ വൈലനാ
അംബസനാ മിൻ മർകദിനാ ഹാദാ മാ വഅദർ റഹ്മാനു വസദഖൽ മുർസലൂൻ. ആരാ ഞങ്ങളെ വിളിച്ചുണർത്തിയത്? യാസീനിൽ 52-ാമത്തെ വചനമാണ്. ഞങ്ങൾ ഉറങ്ങുകയായിരുന്നല്ലോ, ആ ഉറക്കിൽ നിന്ന് എല്ലാവരും എഴുന്നേറ്റ് പോകും. ഇദസ്സമാഉ ഫതറത് വൈദൽ ഖവാഖിബു തസറത് വൈദൽ ബിഹാറു ഫുജ്ജിറത് വൈദൽ ഖുബൂറു ബുഅ്സിറത്. ഖബറുകൾ ഇളക്കി മറിക്കപ്പെടും. എന്നിട്ട് മനുഷ്യർ ഒരു നാട്ടക്കുറിയിലേക്ക് ഓടുന്ന പോലെ ഓടിപ്പോകും. അവിടെ നഫ്സി 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 നഫ്സിയാ എന്ന് പറയുന്ന ഒരു ദിവസം. അതുകൊണ്ട് മനുഷ്യരെ, പൊട്ടാനി മുൻതുള്ളി പിഞ്ചോരക്കട്ട, പിന്നെ നീ കാഷ്ടം ചുമന്നൊരു കൊട്ട, പെട്ടാലോ ചത്ത് ചകമല്ല പൊട്ട, പറവിന്നൂടെ ലിൻബഹുമാനം പൊട്ട. ഈ മിനുക്കി നടക്കുന്ന ഈ ശരീരം അത് മരിച്ചുപോയി മണ്ണിൽ കൊണ്ടുപോയി വെക്കാനുള്ളതാണ്. അതുകൊണ്ട് മനുഷ്യരെ, കല്ലാ ഇന്നഹാ ലല്ലാഹ്, നരകം അങ്ങനെയല്ല, നരകം അങ്ങനെയല്ല. അത് തലയോട്ടി വിരിച്ചു കളയുന്ന തീജ്വാലയാണ്. മആരിജിലെ 15, 16, 17 വചനങ്ങളാണ്. ഫഅൻദർതുകും നാറൻ തലല്ലാഹ്. സൂറത്തുൽ ലൈലിലെ 14-ാമത്തെ വചനമാണ്. ഫഅൻദർതുകും നാറൻ തലല്ലാഹ്. കത്തിച്ചൊലിക്കുന്ന നരകമുണ്ട്. അതുകൊണ്ട് ഒരാളെ ചതിക്കരുത്, വഞ്ചിക്കരുത്, ഇല്ലാത്ത നോട്ടീസ് ഇറക്കരുത്, കള്ളം പറയരുത്, മറ്റുള്ളവരെ ചതിക്കരുത്. മറ്റു പ്രസ്ഥാനക്കാർ തെറ്റുപറ്റി എന്നതുകൊണ്ട് ഇല്ലാത്ത കുറ്റം അവരെ പറ്റി പറയരുത്. ഒരാളും തമ്മിൽ പാരപണിയരുത്, അസൂയ ചെയ്യരുത്, വിദ്വേഷമില്ല, പകയില്ല, നല്ല മനസ്സ്, ശാന്തമായ മനസ്സ്. യാ അയ്യത്തുഹൻ നഫ്സുൽ മുത്മയിന്ന ഇർജിഇ ഇലാ റബ്ബികി റാളിയതൻ മർളിയ ഫദ്ഖുലി ഫീ ഇബാദി വദ്ഖുലി ജന്നതി. സമാധാനമടഞ്ഞ ആത്മാവിന്റെ ഉടമകളെ, സമാധാന ചിത്തരായി മടങ്ങിക്കോളൂ. ഈ സ്ഥലത്ത്, പെരിയമ്പലത്ത് ഈ പ്രസംഗം നമുക്കൊക്കെ ഒരു വെളിച്ചമായി തീരുമെങ്കിൽ അതൊരു വലിയ കാര്യമാണ്. ഈ ചങ്ങരംകുളത്ത് നടക്കുന്ന മഹാസമ്മേളനത്തിന്റെ പന്തലിൽ നിങ്ങളൊക്കെ വന്നു ചേരുമെന്ന് പ്രതീക്ഷിക്കുകയും അതിനുവേണ്ടി പ്രാർത്ഥിക്കുകയും 4 ദിവസത്തിൽ വൈവിധ്യങ്ങളായ പ്രമേയങ്ങൾ, തൗഹീദിന് ഊന്നൽ നൽകി, ഖുർആനിക വചനങ്ങൾ ഉദ്ധരിച്ച്, ചരിത്രത്തിന്റെ തെളിവുകൾ ഉദ്ധരിച്ച്, ഹദീസിന്റെ പ്രാമാണികത ഉദ്ധരിച്ച്, ഇസ്ലാമിക ചരിത്രത്തിലെ ഏറ്റവും ശ്രേയസ്കരമായ ചരിത്രങ്ങൾ പറഞ്ഞ് എന്താണ് ജിഹാദ്, എന്താണ് ഖിതാല്, എന്താണ് ഇന്ത്യൻ മുസൽമാന്റെ ദൗത്യം, എന്താണ് മുസ്ലിം പീഡനത്തിന്റെ വസ്തുത, എന്താണ് ഗുജറാത്ത് കലാപം, എന്തായിരുന്നു മുസ്ലിങ്ങളുടെ ഡ്യൂട്ടി ഇവിടെ, എന്താണ് ഈ വക കാര്യങ്ങളെല്ലാം അവിടെ വിശദീകരിക്കപ്പെടുമ്പോ പരലോകമെന്ന പ്രാധാന്യമായ 2000 ചില്ലാനം വരുന്ന വചനങ്ങളിലൂടെ ഖുർആൻ പഠിപ്പിച്ച വസ്തുതകൾ അനാവരണം ചെയ്യുമ്പോ പുതിയ ഒരു കേരളത്തിന്റെ പിറവിക്ക്, പുതിയൊരു നവോത്ഥാനത്തിന് വേണ്ടി ഈ സമ്മേളനം കളമൊരുങ്ങുമ്പോ അതിലൊക്കെ നിങ്ങളും ഭാഗഭാഗമായി തീരണം എന്നാണ് പറയാനുള്ളത്. അപ്പോ മരണത്തെക്കുറിച്ച് ഓർക്കുകയും മഹ്ശറയെക്കുറിച്ച് ഓർക്കുകയും ചെയ്യുക. സർവാദിനാഥനും സർവജ്ഞനും സർവലോക പരിപാലകനുമായ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. ഈ സമ്മേളനത്തിലേക്ക് നിങ്ങൾ ഒരിക്കൽ കൂടി ഹാർദവമായി, ഹൃദ്യമായി, സ്നേഹോഷ്മളമായി ക്ഷണിക്കുകയാണ്. കലാപമില്ലാത്ത, സംഘടനകളില്ലാത്ത, സംഘർഷങ്ങളില്ലാത്ത, ശാന്തഗംഭീരമായ, സാരസമ്പുഷ്ടമായ, സ്നേഹത്തിന്റെ ചരടിൽ കോർത്തിണക്കുന്ന ഹൃദയങ്ങളുള്ള ഒരു പുതിയ ലോകഘടനയ്ക്ക് വേണ്ടി നമുക്ക് പ്രതിജ്ഞ ചെയ്യാം. ഖുർആനും സുന്നത്തും ഒരിക്കലും അവഗണിക്കില്ലെന്നും ആ ഖുർആനും സുന്നത്തും അനുസരിച്ച് ജീവിക്കുമെന്നും നമുക്ക് പ്രതിജ്ഞ ചെയ്യാം. അല്ലാഹു, എനിക്ക് നിങ്ങളോടൊക്കെ പറയാൻ, നിങ്ങൾ നിരന്തരമായി പ്രാർത്ഥിക്കണം. ഇസ്ലാമിക രംഗത്ത് പ്രവർത്തിക്കുന്ന പണ്ഡിതന്മാരെ പറ്റി പ്രാർത്ഥിക്കണം. അവർക്ക് നല്ല ആരോഗ്യവും നല്ല അറിവും നല്ല കഴിവും എല്ലാം ഉണ്ടാകാൻ നിങ്ങൾ പ്രാർത്ഥിക്കണം. നിരന്തരമായി കേരളക്കരയിൽ ഓടിക്കൊണ്ടിരിക്കുന്ന അനവധി പ്രഭാഷകന്മാരുണ്ട്. എല്ലാവരുടെ കൂട്ടത്തിലും അവർക്കെല്ലാം ഹക്ക് വെളിവാക്കുന്നതിന് വേണ്ടിയുള്ള തന്റെ ഇടവും ധൈര്യവും അള്ളാഹു പ്രദാനം ചെയ്യുമാറാകട്ടെ. എല്ലാവിധ തിന്മകളിൽ നിന്നും അള്ളാഹു നമ്മെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. ന്യൂനപക്ഷ തീവ്രവാദങ്ങളിൽ നിന്നും ഭൂരിപക്ഷ തീവ്രവാദങ്ങളിൽ നിന്നും അള്ളാഹു നമ്മെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. എല്ലാവിധ നന്മയും അള്ളാഹു നമുക്ക് പ്രദാനം ചെയ്യുമാറാകട്ടെ. സത്യത്തിന് വേണ്ടി ജീവിച്ച് സത്യത്തിന് വേണ്ടി മരിക്കുന്ന മുത്തഖീങ്ങളിൽ അള്ളാഹു നമ്മെ ഇവരെയും ഉൾപ്പെടുത്തുമാറാകട്ടെ. നാളെ മഹ്ശറയിൽ എരിപരി കൊള്ളുന്ന വെയിലത്ത് അർശിന്റെ തണൽ നൽകി അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. റബ്ബനാ ഹബ് ലനാ മിൻ അസ്വാജിനാ വദുർരിയാതിനാ